സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ബൈബിൾ കൊണ്ടുവന്നവർ അത് തുറക്കുക. ബൈബിൾ ഇല്ല എങ്കിൽ അർജന്റായിട്ട് ഒരു ബൈബിൾ വാങ്ങാൻ ശ്രമിക്കൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം വായിക്കുക. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനേ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ആ ദൈവപുരുഷനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രദ്ധിക്കൂ, ആ ദൈവപുരുഷന്റെ അടുക്കൽ ഉള്ളതായ ആ ബാല്യക്കാരൻ ആരാണ്? ആ ദൈവപുരുഷൻ എലീശ എന്ന ദൈവപുരുഷൻ. ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ നാമമാണ്. അത് എല്ലാവരെയും കുറിച്ച് വിളിക്കുന്നത് അല്ല. അത് ദൈവകാര്യങ്ങൾ ചെയ്യുന്ന ദൈവദാസനെ നോക്കിയിട്ട് ജനങ്ങൾ ഇട്ട പേരാണ്. നാം BA പഠിക്കുകയാണെങ്കിൽ BA, MA, റവറൻഡ്, ഡോക്ടർ, ഇതെല്ലാം നാം സമ്പാദിക്കുന്ന പേരുകളാണ്. എന്നാൽ ദൈവപുരുഷൻ എന്ന പേര്, നാം എല്ലാവരും ദൈവജനമാണ്, അത് സംശയമില്ല. എന്നാൽ ഒരു ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ദൈവപുരുഷൻ. എന്നാൽ ഇന്ന് എല്ലാ ആളുകളും ദൈവദാസൻ എന്ന പേര് ഇടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആദ്യകാലങ്ങളിൽ ദൈവദാസൻ എന്ന പേര് വിളിക്കപ്പെടുന്നത് പോലും ഭയപ്പെട്ടിരുന്നു. ദൈവദാസനായിരിക്കുവാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാലത്ത് ദൈവദാസനായിരിക്കുവാൻ, ദൈവത്തിൻ്റെ സേവ ചെയ്യുവാൻ, അങ്ങനെ വിളിക്കപ്പെടുവാൻ നാം തന്നെ ശ്രമിക്കുന്നു. എന്നാൽ എലീശ ദൈവപുരുഷൻ ആയത് അത് ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് എത്ര പേർക്കറിയാം? ചിലർക്ക് അറിയില്ല. എലീശയുടെ ഗുരുവ് ആരാണ്? ഏലിയാവ് ആരാണ്? ഏലിയാവ് ഒരു ദൈവദാസനാണ്. വലിയ ഒരു ദൈവദാസൻ ആണ്. പ്രാർത്ഥിച്ച് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങിയിട്ട് ബലിപീഠത്തിൽ ഇറങ്ങി ആ ഹോമയാഗങ്ങളെ കത്തിക്കുകയും അതുപോലെ കള്ളപ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തതായ ദൈവദാസൻ. ആ പ്രവാചകനോട് ഇസബേല്, നീ എൻ്റെ പ്രവാചകന്മാരെ കൊന്നുവോ? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ വലിയ ദൈവദാസൻ ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടി ചൂരച്ചെടിയുടെ കീഴിൽ പോയി എവിടെയോ ഇരുന്ന് അവിടെ ഇരുന്നു കൊണ്ട്, കർത്താവേ, ഞാൻ ചെയ്തതെല്ലാം മതി. നിന്റെ ദാസനായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ കയ്യിൽ മരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ചെയ്തതെല്ലാം മതി, എന്നെ തന്നെ നീ കൊല്ലുക എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തി. ദൈവം അവനോട് കൽപ്പിക്കുകയും ഹോരേബ് പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നീ ഒരുവൻ മാത്രമല്ല, നിന്നെപ്പോലെ അനേകം ആളുകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത്, നീ ഇപ്പോൾ തന്നെ മരിക്കേണ്ടവനല്ല, നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പദ്ധതികളുണ്ട്. എൻ്റെ ഉദ്ദേശങ്ങൾ വേറെയാണ്, അതുപോലെ നിന്റെ ഉദ്ദേശങ്ങളും വേറെയാണ്. നീ ഒരു ചാവേറായി മരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആകാശത്തുനിന്ന് അഗ്നിരഥങ്ങൾ ഇറക്കിയിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ, നീയാണെങ്കിൽ ഭയപ്പെട്ട ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം. നീ മരിക്കുന്നതിന് മുൻപ് നിന്നെക്കുറിച്ച് എനിക്ക് ചില പണികളുണ്ട്. നീ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ നിന്നെ എടുത്തുകൊള്ളാം, ഞാൻ തന്നെ നിന്നെ വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട്, നീ രാജാവിനെ അഭിഷേകം ചെയ്യണം. നീ നിനക്ക് പകരമായിട്ട് എലീശ എന്ന യൗവനക്കാരനെ ദൈവവേലയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം എന്ന് ദൈവം പറഞ്ഞപ്പോൾ, എലീശ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു പോയ സമയത്ത് എലീശ കാളകളെ വെച്ച് ഉഴുവിക്കുകയാണ്. എത്ര കാളകളെയാണ് കെട്ടിയത്? 12 കാളകളെ പൊട്ടി ഉഴുവിക്കുകയാണ്. 12ാമത്തേതിനോട് കൂടിയായിരിക്കുന്നു താൻ. അതായത് വലിയ ഒരു ഭൂസ്വത്തിന് ഉടമയാണ്, ഒരു ധനവാന്റെ മകനാണ്, ഒരു കൃഷിക്കാരൻ ആണ്. എപ്പോഴാണോ ഏലിയാവ് ചെന്നിട്ട് ദൈവം എലീശയെ തിരഞ്ഞെടുത്തു എന്നുള്ള ദൈവത്തിൻ്റെ ആജ്ഞ കേട്ടിട്ട് ചെന്നിട്ട് തൻ്റെ പുതുപ്പ് അവൻ്റെ മേൽ ഇട്ടപ്പോൾ, ഒരു തടസ്സവും പറയാതെ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട്, ഇത്രയും നാൾ താൻ ആശ്രയിച്ചിരുന്നതായ ഈ കാളയെയും ആ കൃഷിയെയും എല്ലാം തന്നെ വിട്ടുകളഞ്ഞിട്ട് ആ കാളകളെ അറുത്ത് ജനത്തിന് വിരുന്നൊരുക്കി കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായി തീരുവാൻ
ദൈവം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൻ്റെ ആസ്തിയും സമ്പത്തും എല്ലാം എല്ലാം വിട്ടുകളഞ്ഞിട്ട് വന്നവനാണ് എലീഷ. എവിടേക്കാണ് വന്നത്? ബൈബിൾ കോളേജിലേക്ക്. ഏത് ബൈബിൾ കോളേജ്? അനേകം ആളുകൾ എൻ്റെ അടുക്കൽ ദൈവവേല ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 പേർ വരാനിടയായി. അങ്ങയുടെ അടുക്കലാണ് ഞങ്ങൾക്ക് നിൽക്കുവാൻ ആഗ്രഹമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ, സഹിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കുമ്പോൾ സൂട്ടും കൊട്ടുമൊക്കെ ഇട്ട് ഞാൻ നിൽക്കുന്നു, എന്നാൽ ഉറക്കം കാണില്ല, ഭക്ഷണം കാണുകയില്ല, വളരെ കഷ്ടപ്പാടാണ്, കഷ്ടപ്പെടേണ്ടി വരും. ശരി ബ്രദറെ എന്ന് പറഞ്ഞ അനേകം ആളുകൾ വരാറുണ്ട്. അവർക്ക് നിൽക്കുവാൻ കഴിയില്ല. ഞാൻ എന്ത് പറയുമെന്നറിയാമോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരാഴ്ച വന്ന് നോക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിൽക്കുക എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ അതിനെ ശ്രമിച്ചു നോക്കും. ചിലർ നിൽക്കുവാൻ കഴിയും, എന്നാൽ ചിലർ ഇടയ്ക്ക് ഇട്ടിട്ട് പോകും. യഥാർത്ഥമായ ഒരു ദൈവദാസനെ ഒരുക്കിയെടുക്കുന്നത് ബൈബിൾ കോളേജിൽ അല്ല. ബൈബിൾ കോളേജിൽ ബൈബിളിനെ കുറിച്ച് പഠിക്കുവാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ ആരാണ്? ഉൽപ്പത്തി പുസ്തകം എഴുതിയത് ആര്? വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അത് ഇങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം, അങ്ങനെയാണ് അവർ പറയുന്നത് എന്നുള്ള വിശദമായ പഠിപ്പിക്കലാണ് അവിടെയുള്ളത്. തിയോളജി അതായത് ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ ദൈവത്തെക്കുറിച്ചെല്ലാം പഠിച്ചിട്ട്, മതങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി പഠിച്ചിട്ട് വെളിയിൽ വരുമ്പോൾ ഹൃദയത്തിൽ രക്ഷയുടെ അനുഭവം ഇല്ലെങ്കിൽ, തലച്ചോറിന് നല്ല അറിവ് കിട്ടുന്നു, മനസ്സിന് തൃപ്തി ഉണ്ടാകുന്നില്ല, വെളിയിൽ വന്നിട്ട് പറയും എല്ലാം ഒന്നു തന്നെയാണെന്ന്. മനസ്സിലാകുന്നില്ല. ബൈബിൾ കോളേജിൽ പോകുന്നതും ബൈബിൾ വായിക്കുന്നതുമെല്ലാം നല്ലതാണ്. എന്നാൽ ഒരു ദൈവദാസനെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ എലീഷ വന്നിട്ട് ഏലിയാവിൻ്റെ അടുക്കൽ എന്താണ് ചെയ്തത്? ശുശ്രൂഷ ചെയ്യാനിടയായി ഏലിയാവിൻ്റെ സാധനങ്ങൾ ചുമന്ന്, വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്ത്, എല്ലാ രീതിയിലും സഹായിക്കുകയും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചും എല്ലാം എന്താണ് ചെയ്തത്? ഏലിയാവിനോടൊപ്പം തന്നെ നടക്കുകയായിരുന്നു എല്ലാ സമയവും. അതാണ് ട്രെയിനിങ്. ബൈബിൾ കോളേജിൽ ചില കുട്ടികളുണ്ടായിരുന്നു. ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്തു എന്നാൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ബൈബിളിനെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിശ്വാസം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്, നമ്മുടെ ശരീര ഇച്ഛകളെ എങ്ങനെ ജയിക്കണം, ഉറക്കപ്രിയരായിരിക്കുവാൻ പാടില്ല, ഭക്ഷണപ്രിയരായിരിക്കുവാൻ പാടില്ല, അതിനുവേണ്ടി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ആ പാഠങ്ങൾ ഇപ്പോഴും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബൈബിൾ കോളേജിലായിരുന്നപ്പോൾ എൻ്റെ കൂടെ മറ്റൊരു ബ്രദർ പഠിക്കുന്നുണ്ടായിരുന്നു. ആ ബ്രദർ വളരെ നല്ല ഉപമകളും അതുപോലെ വളരെ നല്ല പ്രസംഗങ്ങളും ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞാൻ ചോദിക്കൂ, ഈ ഉപമകളോ ഈ കഥകൾ ഒന്നും തന്നെ ബൈബിൾ കോളേജിൽ നമ്മെ പഠിപ്പിച്ചതല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ പ്രസംഗങ്ങളും മറ്റും ബ്രദർ പഠിക്കുവാനിടയായത്? ആ ബ്രദറിൻ്റെ പേര് യേശുവാദം ബ്രദറാണ്. ഞാൻ ചോദിച്ചു, ബ്രദർ എങ്ങനെയാണ് അങ്ങ് ഇതെല്ലാം പഠിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അദ്ദേഹവും പഠിക്കുന്ന ഒരേ കോളേജിലാണ്, ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല ഇതൊന്നും, എന്നാൽ അങ്ങ് എങ്ങനെയാണ് ഇതെല്ലാം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ, എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്നു, എൻ്റെ പിതാവിൻ്റെ കൂടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എല്ലായ്പ്പോഴും ഞാൻ പോകുവാൻ ഇടയാകുമായിരുന്നു. ആ പാസ്റ്ററിൻ്റെ സഞ്ചിയൊക്കെ ചുമന്നുകൊണ്ട് പാസ്റ്റർ പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം പോയിട്ട് അദ്ദേഹത്തെ സഹായിക്കുകയും എപ്പോഴും അങ്ങനെ പോവുകയും ചെയ്തതുകൊണ്ട് അവിടെ പറയുന്ന പ്രസംഗങ്ങളാണ്, അവിടെ പറയുന്ന ഉപമകളാണ് എനിക്ക് ഇപ്പോഴും ഉപയോഗപ്രദമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ ഇടയായി. പാസ്റ്റർമാർ ആരാണ്? അമേരിക്കയിൽ പോയി പഠിച്ച വ്യക്തികളല്ല, ബൈബിൾ കോളേജിൽ പഠിച്ച വ്യക്തികളല്ല. കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്നു കൊണ്ട് ദിനംതോറും ധ്യാനിക്കുകയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം വളരെ ലളിതമായി പഠിപ്പിക്കുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ ഇടയാകും. ഈ കാലത്ത് അനുഭവങ്ങൾ ഇല്ല, എല്ലാം കോപ്പിയാണ്. എവിടാണ്? ഗൂഗിൾ. ഇൻ്റർനെറ്റിൽ കയറിയിട്ട് അതിൽ കാണുന്നതായ പ്രസംഗങ്ങൾ, പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുന്നത് പോലെ അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അത് കേൾക്കുവാൻ വളരെ രസമായിരിക്കുമെന്നാൽ അത് ഹൃദയത്തിൽ ഇറങ്ങുകയേ ഇല്ല, ഹൃദയത്തെ സ്പർശിക്കില്ല. എലീഷ ഏലിയാവിൻ്റെ പിറകെ തന്നെയാണ്. ഒരു സമയമെത്തിയപ്പോൾ ഏലിയാവ് പറഞ്ഞു, എന്നെ ദൈവം വിളിക്കുന്നുണ്ട്. ബേഥേലിൽ പ്രവാചക ശിഷ്യനുണ്ട്, ബൈബിൾ കോളേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കൈസേരിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങിയതായ ആ സ്ഥലം യെരുശലേമിൽ പാലസ്തീനിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ചില പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവിടെ ബഥേലുണ്ട്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ആലയം എന്നാണ് അർത്ഥം.
ദൈവം എന്നോട് ബഥേലിലേക്ക് പോകുവാൻ പറയുന്നു. നീ ഇവിടെ തന്നെ നിൽക്കൂ. എവിടെയാണത്? ഗിൽഗാലിൽ നീ താമസിക്കൂ. ദൈവം എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, ഈ ഗുരു എപ്പോഴെങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയാൻ കഴിയില്ല. എനിക്ക് നിൽക്കുവാനോ ഇരിക്കുവാനോ ഒന്നും സമയം ലഭിക്കുന്നില്ല. വളരെ ശല്യമാണിത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി വരൂ എന്നാണ് പറയേണ്ടത്. എന്താണ്, സാറ് ക്ലാസ്സിൽ ഉള്ളതാണോ നല്ലത്, ഇല്ലാത്തതാണോ നല്ലത്? പ്രിൻസിപ്പാളും ടീച്ചറും ഉള്ളതാണോ നല്ലത്, അതോ സ്കൂളിൽ പ്രിൻസിപ്പാളൊന്നും ഇല്ലാത്തതാണോ നല്ലത്? എന്നാൽ ഇവൻ യഥാർത്ഥമായ ശിഷ്യനായതുകൊണ്ട് ഗുരു പോകുന്ന സമയത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞില്ല. യഹോവയാണ്, ഞാനും നിന്റെ കൂടെ തന്നെ വരും എന്ന് പറഞ്ഞ് ഏലിയാവിനെ പിന്തുടരാനിടയായി. നീ ആലയത്തിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ആലയത്തിലേക്ക് വരും. പ്രസംഗിക്കാൻ പോയാൽ ഞാൻ എന്ത് ചെയ്യും? കൂടെ വരും. പ്രസംഗിക്കാൻ പോയാൽ ഞാനും കൂടെ വരും. നിന്റെ കൂടെ തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പോയി. ബേഥേലിൽ ചെന്ന ശേഷം 4-ാം വാക്യം, ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവ് എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രചരണം എന്നാണ് അർത്ഥം. നശിച്ചു കിടക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക്, യേശുവിനെ അറിയാത്ത ആളുകളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് തങ്ങൾക്ക് ദോഷമുണ്ടായാലും നിന്ദ അനുഭവിച്ചാലും ശരി, ചായയോ കാപ്പിയോ ഒന്നും ലഭിച്ചില്ലെങ്കിലും ശരി, ആ ജനങ്ങൾക്ക്, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക്, യെരിഹോവിലെ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ പോകേണ്ടിയിരിക്കുന്നു. ചിലർക്ക് സഭയിൽ തന്നെ പാസ്റ്ററായിരിക്കാനാണ് ഇഷ്ടമെന്നാൽ ഗ്രാമങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതും അവിടെയുള്ള നിന്ദയും അപമാനമൊക്കെയും ഏൽക്കുന്നതും എല്ലാം അവരെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നല്ല ഒരു ആലയവും അതിൻ്റെ പിന്നിലൊരു വീടും കെട്ടിയാൽ ആ വീട്ടിൽ താമസിക്കുകയും സഭയിൽ വന്നിട്ട് പ്രാർത്ഥന ചെയ്യുകയുമെല്ലാം ചെയ്യാം. എന്നാൽ എലീശ ഇവിടെ എന്താണ് പറയുന്നത്? നീ സുവിശേഷ പ്രവർത്തനത്തിന് പോവുകയാണെങ്കിൽ ഞാനും സുവിശേഷ പ്രവർത്തനത്തിന് തന്നെ വരാം. രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി. 6-ാം വാക്യം, എന്നെ യോർദാനിലേക്ക് യഹോവ അയച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ താമസിക്കുക. യോർദാൻ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മരണത്തെ സൂചിപ്പിക്കുന്നത്. ബേഥേൽ ആലയത്തെ സൂചിപ്പിക്കുന്നു. യെരിഹോവ് സുവിശേഷ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. യോർദാൻ മരണത്തെ സൂചിപ്പിക്കുന്നു. ദൈവം എന്നെ മരണത്തിൽ കൂടെ കടത്തുവാൻ പോകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? മരണം വരെയും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. രൂത്ത് എന്താണ് നവോമിയോട് പറഞ്ഞത്? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന്. നീ പോകുന്നിടത്തേക്ക് തന്നെ ഞാനും വരും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെയും ദൈവം. എന്താണ്? മരണത്തിലൂടെയല്ലാതെ ഞാൻ നിന്നെ വേർപിരികയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ കാലത്ത് എങ്ങനെയാണ്? ഒരു ചെറിയ കാര്യം വന്നാൽ മതി, ഭക്തി വിട്ടുകളയും. എന്താണ്? ചെറിയ കാര്യങ്ങൾക്ക് ചെറിയൊരു കഷ്ടത വന്നാൽ മതി, അപ്പോൾ തന്നെ ഭാര്യയെ വിട്ടുകളയുന്നവരെ കാണാം. അനേകം സഹോദരിമാർ വന്ന് പറയാറുണ്ട് എൻ്റെ അടുക്കൽ. ഒരു സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ വന്ന് പറഞ്ഞു, എന്നോട് ഭർത്താവിന് ഇഷ്ടമില്ല. എത്ര കാലമായി കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ 6 വർഷമായിരിക്കുന്നു, 2 കുട്ടികളുണ്ട്, ഇപ്പം എന്നോട് ഇഷ്ടമില്ല എന്ന്. എന്തൊരു മനുഷ്യരാണ് ഈ കാലത്തുള്ളത്. ഒരു സഹോദരി വരുവാനിടയായി, വളരെ സൗമ്യമായിരിക്കുന്നു കാണുവാൻ. 2 കുട്ടികളുണ്ട്, കാണുവാൻ വളരെ മിടുക്കരായിരിക്കുന്ന 2 പെൺകുട്ടികളാണ് ആ സഹോദരിക്ക് ഉള്ളത്. ആ സഹോദരിയെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പരസ്ത്രീയോടൊപ്പം ബന്ധം പുലർത്തുന്ന ഭർത്താവ് കുടുംബത്തിൽ വരുന്നില്ല, മറ്റൊരു സ്ത്രീയോടൊപ്പം കഴിയുകയാണെന്ന് പറയുന്നു. എന്തൊരു കുടുംബജീവിതമാണ് ഈ കാലത്ത്. വിവാഹ ജീവിതത്തിൽ എടുക്കുന്ന വാഗ്ദത്തങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിവാഹം നടക്കുന്ന സമയത്ത് സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, എല്ലാ സമയത്തും നിന്നെ ഉപേക്ഷിക്കാതെ പറ്റുമെങ്കിൽ ഒരു 3 മാസം ഞാൻ നിന്നെ പുലർത്താം എന്നാണോ? അങ്ങനെയെങ്കിൽ കല്യാണം നടക്കുമോ? മരണം നമ്മെ 2 പേരെയും വേർപിരിക്കുന്നത് വരെ നിന്നെ ഞാൻ പോറ്റി പുലർത്തുമെന്ന് ജനത്തിന് മുൻപാകെ, സഭയുടെ മുൻപാകെ, ദൈവത്തിന് മുൻപാകെ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറയുന്നവർ എങ്ങനെയാണത് പിന്നീട് മറന്നുപോകുന്നത്? എന്താണ്? ഭക്തനായിരിക്കുന്ന വ്യക്തിക്ക് ഭാര്യയോടും നല്ല ബന്ധം ഉണ്ടായിരിക്കും. എന്താണ്? ഭക്തിയിൽ നേരോടെ ആയിരിക്കുന്ന വ്യക്തി എന്താണ്? ദൈവത്തോട് നല്ല ബന്ധമുള്ള വ്യക്തിക്ക് തൻ്റെ ലൈഫ് പാർട്ട്ണറോടും നല്ല ബന്ധം ഉണ്ടായിരിക്കും. അതിലൊരു സന്ദേഹവുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവദാസന്മാരെയും സ്നേഹിക്കും. ദൈവത്തെ ബഹുമാനിക്കുന്ന വ്യക്തി ദൈവദാസന്മാരെയും ബഹുമാനിക്കും. ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവദാസന്മാരുടെ വാക്ക് കേൾക്കുവാനും ആഗ്രഹിക്കും. ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. ചിലർ എന്നിൽ നിന്ന് ദൂരമായി പോകുന്നു, എന്നെ അവർ അവോയ്ഡ് ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഞാൻ എന്താണ് വിചാരിക്കുന്നത്? അവർ ദൈവത്തെ തന്നെ ഉപേക്ഷിക്കുന്നു. പിന്നെ എന്റെ കാര്യം പറയണമോ? യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ യഥാർത്ഥ ദൈവദാസന്മാരെയും സ്നേഹിക്കും.
എലീശ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആയതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മാർഗം കാണിച്ചു തരുന്ന ഏലിയാവിനെ അനുഗമിക്കുന്നു. മരണം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഏലിയാവിന് മനസ്സിലായിരിക്കുന്നു, ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. നിനക്കെന്താണ് വേണ്ടത് പറയൂ. ദൈവം എന്നെ കൊണ്ടുപോകുകയാണ്. നിനക്കെന്താണ് വേണ്ടത് പറയൂ. ബേതേൽ ദൈവാലയത്തിന്റെ ഡോക്യുമെന്റ്സ് നിനക്ക് നൽകട്ടെ. സുവിശേഷ വേലയിൽ നിനക്ക് BD ഡിഗ്രി തന്നിട്ട് നിന്നെ അയക്കട്ടെ. എന്തൊരു ഡിഗ്രിയാണ്? BD. അത് എന്താണെന്നറിയാമോ? വലിക്കുന്ന BD അല്ല, ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി. ഇപ്പോൾ ഒരുപാട് തിയോളജിയിൽ ഡിഗ്രികൾ കടന്നുണ്ട്. BDV, MDV, അങ്ങനെ ഒരുപാട് ഡിഗ്രികൾ ഉണ്ട്. എന്താണ്? ഡിഗ്രി ഞാൻ നൽകട്ടെ, സർട്ടിഫിക്കറ്റ് നൽകട്ടെ, പ്രോപ്പർട്ടീസ് എഴുതി നൽകട്ടെ. എന്താണ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. നിന്റെ ആത്മാവിന്റെ 2 ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് ചിലർ പറയാറുണ്ട്. കർത്താവേ, പാസ്റ്ററിന്റെ ആത്മാവിന്റെ 2 ഇരട്ടി പങ്ക് വേണം. പാസ്റ്ററിന്റെ ആത്മാവിനെ കൊണ്ട് ഒന്നും കൊള്ളില്ല. പാസ്റ്ററിന്റെ ആത്മാവിന്റെ മേലുള്ള പരിശുദ്ധാത്മാവ്, അതാണ് അവൻ ചോദിച്ചത്. ആ പാസ്റ്ററിനെ പോലെ ആയിരിക്കണം, ഈ പാസ്റ്ററിനെ പോലെ ഞാൻ ആയിരിക്കണം, ആ പാസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദൈവവേല ഞാൻ ചെയ്യണം എന്ന് ചിലർ വിചാരിക്കാറുണ്ട്. അതല്ല ഇവിടെ എലീശ ചോദിച്ചത്. ഏലിയാവ് ഇത്രമാത്രം ദൈവവേല ചെയ്യുന്നു ഉണ്ടെങ്കിൽ അത് അവന്റെ സ്വന്തം ശക്തി കൊണ്ട് അല്ല, ഏലിയാവിന്റെ മേലുള്ളതായ ദൈവത്തിന്റെ അഭിഷേകം, അതുപോലെ ദൈവത്തിന്റെ ആത്മാവ്, ഏലിയാവിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവ്, ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയാവിനെ പോലെ എനിക്കും വളരെ ശക്തിയോടെ ദൈവവേല ചെയ്യണം എന്ന് ആഗ്രഹിച്ചവൻ എലീശ. ഇപ്പോൾ മനസ്സിലായ ദൈവപുരുഷൻ ആരാണെന്ന്? ഒരു പണിയും കിട്ടാതെ വന്നപ്പോൾ പാസ്റ്റർ ജോലിക്ക് ഇറങ്ങിയ വ്യക്തിയാണോ? BTech ചെയ്ത് MTech ചെയ്ത് അവസാനം ജോലി ലഭിക്കാതെ ദൈവവേലയ്ക്ക് ഇറങ്ങിയ വ്യക്തിയാണെന്നാണോ? എനിക്ക് റിട്ടയർമെന്റ് ആയിരിക്കുന്നു, അതുകൊണ്ട് ഞാനും ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് സഭയിൽ ട്രഷററിന്റെ പോസ്റ്റ് നൽകണമെന്ന് പറയുന്നതാണോ? പറയൂ. ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. ദൈവം തിരഞ്ഞെടുക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ അവനെ അനുസരിച്ചു. ഏലിയാവ് എടുക്കപ്പെട്ട ശേഷം അവിടെയുണ്ടായിരുന്ന രാജാവ് ഏലിയാവിന്റെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവനാണ്. എന്നാൽ ആ ഏലിയാവ് ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ട ശേഷം ആ രാജാവ്, ഇനിയും ആരെങ്കിലും പ്രവാചകന്മാരുണ്ടോ എന്ന് രാജാവ് അന്വേഷിച്ച സമയത്ത് ആരോ വന്ന് പറയുവാനിടയായി. എന്താണ് പറഞ്ഞെന്നറിയാമോ? ഏലിയാവിന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന എലീശ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ പൈപ്പുകൾ ഉള്ളത് കൊണ്ട് ആർക്കും അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പൈപ്പ് തിരിച്ചാൽ മതി, വെള്ളം വരുവാനിടയാകും. ഗ്രാമത്തിൽ പലപ്പോഴും ചില സമയത്ത് കൈകൾ കഴുകിയിട്ട് പോകൂ എന്ന് അവർ പറയാറുണ്ട്. കൈകൾ കഴുകിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഭക്ഷണം കഴിച്ചിട്ട് പോകൂ എന്നാണ് പറയുന്നത്. ചോറ് ഇങ്ങനെ കഴിച്ചിട്ട് അവർ പാത്രത്തിൽ വെള്ളം തരുമ്പോൾ അങ്ങനെ കഴുകിയിട്ട് പോകാനാണ് പറയുന്നത്. അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ ശുശ്രൂഷക്കാരനായി ഇരിക്കുകയാണ്. അത്രമാത്രം സമ്പത്ത് ഉപേക്ഷിച്ച്, ഏക്കർ കണക്കിന് വസ്തു എല്ലാം ഉപേക്ഷിച്ച്, യൗവനപ്രായത്തിൽ മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഏലിയാവിന്റെ അടുക്കൽ വന്നിട്ട് എന്തു ചെയ്തുവെന്ന് ചോദിച്ചാൽ പറയും, ഏലിയാവിന്റെ പാത്രങ്ങൾ കഴുകി വസ്ത്രമൊക്കെ അലക്കിക്കൊടുത്ത് ആ വസ്ത്രങ്ങളെല്ലാം ചുമന്നുകൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ശുശ്രൂഷകനായിരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. എന്താണ് പറഞ്ഞത്? നീ ചോദിച്ചത് വളരെ പ്രയാസമുള്ളതാകുന്നു, അതെനിക്ക് നൽകാൻ കഴിയില്ല, ദൈവം നൽകുന്നതാകുന്നു എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ അഗ്നിരഥങ്ങൾ വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ അവന്റെ പുതപ്പ് താഴേക്ക് വീഴാനിടയായി. ആ പുതപ്പ് എലീശ എടുത്തിട്ട് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏലിയാവ് ചെയ്തതായ അത്ഭുത കാര്യങ്ങളെക്കാൾ കൂടുതൽ 2 ഇരട്ടി അത്ഭുത കാര്യങ്ങളും ശുശ്രൂഷയും എലീശ ചെയ്തതായി കാണാൻ കഴിയും. അവൻ മരിച്ചു പോയതിന് ശേഷവും അവന്റെ അസ്ഥികൾ, അവനെ അടക്കിയ സ്ഥലത്ത് മറ്റൊരാളെ അടക്കുവാൻ വേണ്ടി കുഴിയെടുത്തപ്പോൾ അവന്റെ അസ്ഥികൾ മുട്ടിയിട്ട് ആ മരിച്ചയാൾ ജീവിക്കുവാൻ ഇടയായി. അത്രമാത്രം ശക്തിയുള്ളതായ ഒരു ദൈവദാസൻ. ഈ കാലത്ത് നമ്മുടെ രാജ്യത്തിന് ദൈവദാസന്മാരെ ആവശ്യമാണ്. തലകളെ വണക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യരെ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നു ദൈവമേ, അധികാരികളെ കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ്, വളരെ നിരാശയിലും ഭയത്തിലും ആയിരിക്കുകയാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയാണ്, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നു. ദൈവമേ, എന്നോട് നീ ഒന്ന് കരുണ കാട്ടണമേ. എൻ്റെ ചുറ്റും നീ എത്ര ദൈവദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്തിരിക്കുന്നു. എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ ബലവും നീയാകുന്നുവല്ലോ. എനിക്കൊരു ആപത്തും വരികയില്ലെന്ന് നീ പറഞ്ഞു. നിന്റെ വചനത്തിലുള്ളതെല്ലാം വിശ്വസിക്കുവാൻ നീ എന്നെ സഹായിക്കുമാറാകണം. കർത്താവേ, സൈന്യത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു പോയ ബാലിക്കാരനെ പോലെയല്ലാതെ വിശ്വാസത്തോടുകൂടി നിന്നതായ എലീശയെ പോലെയാകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം.
കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന മനുഷ്യരാക്കി മാറ്റണമേ. മാനുഷിക രീതിയിൽ ഞങ്ങൾ പോരാടുന്നില്ല. ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഞങ്ങൾ പോരാടുന്ന സമയത്ത് കർത്താവേ, രക്ഷയുടെ കവചം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. രക്ഷ എന്ന ശിരസ്ത്രം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വിശ്വാസം എന്ന പരിച ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വചനമാകുന്ന വാൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നീതിയാകുന്ന വസ്ത്രം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കാലുകൾക്ക് സുവിശേഷത്തിന്റെ പാദരക്ഷ നൽകണമേ. നീതിയോടെ മാത്രമേ ശത്രുവിനെ ഞങ്ങൾക്ക് നേരിടുവാൻ കഴിയൂ. കർത്താവേ, ഇന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് നീ രക്ഷ നൽകണമേ. നിന്നിൽ നിന്ന് അകന്നു ജീവിക്കുന്നതായ വ്യക്തികളുടെ ഹൃദയങ്ങളെ നീ ഇന്ന് ദർശിക്കുമാറാകണമേ. നിന്റെ രക്തത്താൽ കഴുകിയിട്ട് നിന്നോട് സംസാരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണം. കർത്താവെ, ഒരു വയറിൽ കൂടി ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നത് പോലെ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് പ്രവഹിക്കുവാനുള്ള സഹായം നീ ഞങ്ങൾക്ക് ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയം നിറയെ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള സഹായം ചെയ്യുമാറാകണം. നിന്റെ നാമത്തെ ധരിച്ചിരിക്കുന്ന ആരെയും നീ വിട്ടുകളയരുതേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും പ്രാർത്ഥനയിൽ കൂടി എങ്ങനെ നേരിടണമെന്നും അതുപോലെ പിശാചിനെ ജയിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തിന് സമീപസ്ഥരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് കേൾക്കുന്നവരിൽ മദ്യപാനികളുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തെ നീ മാറ്റണമേ. കർത്താവെ, ഭാര്യയെ ഉപേക്ഷിച്ച് പരസ്യമായി ബന്ധം പുലർത്തുന്ന ആളുകളെ നീ വിടുവിക്കുമാറാകണം. പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടിട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ വീണു കിടക്കുന്നവരെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് കർത്താവെ, എഴുന്നേൽപ്പിക്കുകയാണ് പിതാവേ. ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കൊണ്ടുവന്നിട്ട് കുടുംബ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ കുടുംബങ്ങൾക്ക് കൃപ നൽകണമേ. പിശാചിന്റെ തന്ത്രങ്ങളെ നീ തകർത്തു കളയണമേ. കർത്താവേ, നിന്റെ ഹിതം നടത്തുമാറാകണം. നിന്റെ പ്രവൃത്തികൾ ചെയ്യുമാറാകണമേ. എല്ലാ കുടുംബത്തിലും അനുഗ്രഹം കൊടുക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതായ എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കാൻ ആവശ്യമായ പ്രാർത്ഥനാ ശക്തി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. എല്ലാ വ്യക്തികളും പിശാചിന്റെ തന്ത്രത്തെ ജയിക്കുന്നവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിശാചിനെ ഭയപ്പെടുന്നവരായി, പിശാചിനെ കീഴ്പ്പെടുന്നവരായി ഞങ്ങൾ ജീവിക്കാതെ പിശാചിന്റെ തന്ത്രങ്ങളെ നേരിട്ടുകൊണ്ട് അവനെ ജയിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.